ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മിന്നസ് കിച്ചൻ. അപ്പോൾ ഇന്നത്തേത് ഒരു റൈസിൻ്റെ റെസിപ്പി കേട്ടോ. പ്രത്യേകിച്ച് കറികൾ ഒന്നും തന്നെ വേണ്ടാതെ ഏറ്റവും എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഒരു വെജിറ്റബിൾ റൈസിൻ്റെ റെസിപ്പിയാണ്. നമ്മളിതിൽ നിറയെ വെജിറ്റബിൾസ് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റും അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പി കൂടിയാണ്. സാധാരണ നമ്മൾ ഏത് റൈസ് കഴിക്കുന്നതിനേക്കാളും നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ഈ റൈസ് കഴിച്ചെടുക്കാനും പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ കൂടെ ഒരു സലാഡോ പപ്പടോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും മാത്രം മതിയാവും. സലാഡാണ് ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷൻ. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിലും മറക്കാതെ അറിയിക്കുക. നമുക്ക് കണ്ടു നോക്കിയാലോ എങ്ങനെ നമ്മുടെ റെസിപ്പി ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഈ റൈസ് ചെയ്തെടുക്കുന്നത് ഇതേപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു പാനിലാട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണെന്നുണ്ടെങ്കിൽ ഇളക്കി മറിക്കാനൊക്കെ ആണെങ്കിൽ നല്ല എളുപ്പമുണ്ടാവും. അതേപോലെ തന്നെ അടിക്കൊന്നും പിടിക്കാതെ നമുക്ക് നന്നായിട്ട് കിട്ടുകയും ചെയ്യും. നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഓയിലും കൂടെ തന്നെ 1 ടീസ്പൂണിൻ്റെ അടുത്ത് നെയ്യും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ നെയ്ച്ചോറിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും കേട്ടോ. നെയ്യും കൂടി ആ റൈസിൽ ഉൾപ്പെടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണല്ലോ. നന്നായിട്ട് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ചൂടായി വന്നതിനകത്തേക്ക് നമ്മൾ കുറച്ച് സ്പൈസസ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം, അതേപോലെ തന്നെ കുരുമുളക്, പട്ട, ഒരു ബേ ലീഫും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും മാത്രം മതിയാവും. പെരുംജീരകം ചേർക്കാൻ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മാത്രം ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് നല്ല പോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം നമുക്കിതൊക്കെ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ മീഡിയത്തിലോ വെച്ചാൽ മതി. ഒരുപാട് കരിഞ്ഞൊന്നും പോകരുത്. കൂടെ തന്നെ കുറച്ച് കാഷ്നട്ടും അതേപോലെ തന്നെ കുറച്ച് ഉണക്കമുന്തിരി കൊണ്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനങ്ങനെ കറക്റ്റ് അളവൊന്നുമില്ല. നമുക്കിതിൻ്റെയൊക്കെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കാഷ്നട്ടാണ് കുറച്ചധികം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം പതുക്കെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് ചൂട് കയറി വരാനായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക്. കണ്ടോ, നമ്മുടെ ഉണക്കമുന്തിരിയൊക്കെ ആണെങ്കിലും നന്നായിട്ടൊന്ന് ചൂടായി ശരിക്കും ഒന്ന് വേർത്ത് വന്നിട്ടുണ്ട്. കാഷ്നട്ടാണെങ്കിലും പതുക്കെ ഒന്ന് കളർ മാറി വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് വേണം ഇതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള നീളത്തിൽ ചെറുതായിട്ട് കനം കുറച്ച് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാനായിട്ട്. കൂടെ തന്നെ എരിവിന് വേണ്ടി ഒരു 2-3 പച്ചമുളക് നീളത്തിൽ കനം കുറച്ച് കീറിയതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേറെ കളറിനായിട്ട് ഇതിനകത്തേക്ക് മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. അതുകൊണ്ട് എരിവിനായിട്ട് കുരുമുളകും അതേപോലെ തന്നെ പച്ചമുളകും മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി നല്ലപോലെ തന്നെ ചതച്ചെടുത്തതോ അല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ പേസ്റ്റോ ചേർത്ത് കൊടുക്കാം. കണ്ടോ, എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി പച്ചമണമൊക്കെ ശരിക്കും ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ പച്ചക്കറികളായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു വലിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും അതേപോലെ തന്നെ ഒരു 8-10 ബീൻസും ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/4 കപ്പ് ഗ്രീൻ പീസാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫ്രോസൺ ഗ്രീൻ പീസോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പച്ചപ്പട്ടാണി ഉണ്ടല്ലോ അതാണെങ്കിലും കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ ഇനി ഇതിനകത്തേക്ക് നമ്മുടെ ഉണക്ക ഗ്രീൻ പീസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ഒന്ന് വേവിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ആ കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം, തക്കാളി, അതേപോലെ തന്നെ കോളിഫ്ലവർ, ഏതാണോ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാം കൂടി നന്നായിട്ടൊന്ന് പതുക്കെ ഒന്ന് വെന്ത് വരണം. അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഈ പച്ചക്കറി എല്ലാം കൂടി ഇരുന്ന് നന്നായിട്ടൊന്ന് ചൂട് കയറി വരണം. അതാണ് മെയിനായിട്ട് വേണ്ടത്. അപ്പോൾ ജസ്റ്റ് ചെറിയൊരു ടേസ്റ്റിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ മാത്രം ഗരം മസാലയും കൂടി നമ്മളൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതല്ലാതെ നമ്മൾ വേറെ ഒരു പൊടികളും തന്നെ ചേർത്ത് കൊടുക്കുന്നില്ല. ഒരു 1/4 ടീസ്പൂൺ അത്രയും മാത്രം മതിയാവും. അപ്പോൾ ഇതായി എല്ലാം കൂടി ഒന്ന് തട്ടിപ്പൊത്തി വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മുടെ ഈ പച്ചക്കറികൾക്കൊക്കെ നന്നായിട്ടൊന്ന് ചൂട് കയറി വരണം. അപ്പോൾ അതവിടെ ഇരുന്ന് ശരിക്കും ഒന്ന് റെഡിയായി വരട്ടെ. നമ്മളിപ്പോൾ ചേർത്തിരിക്കുന്ന വെജിറ്റബിൾസ് ഒന്നും ഒരുപാടൊന്നും വെന്ത് പോകരുത്. ജസ്റ്റ് നന്നായിട്ടൊന്ന് ചൂട് കയറി മാത്രം വന്നാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ റൈസും കൂടി ചേർത്ത് ഒന്ന് വേവിക്കുമ്പോൾ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അതിന് വേണ്ടിയിട്ടാണ് പതുക്കെ ഒന്ന് ചൂട് കയറ്റി നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തേക്ക് 1 ഗ്ലാസ് നമ്മുടെ ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ബിരിയാണി അരി ഉണ്ടല്ലോ അതാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം ജീരകശാല അരി ഉണ്ടല്ലോ അതാണെങ്കിലും എടുത്താൽ മതിയോ. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന ഈ അരി നല്ലപോലെ ഒന്ന് കഴുകി ഒരു 10-15 മിനിറ്റ് ശരിക്കും ഒന്ന് കുതിർത്ത് വെള്ളമൊക്കെ കളഞ്ഞെടുത്തിരിക്കുന്ന കേട്ടോ. അപ്പോൾ അതും നമ്മുടെ ഈ വെജിറ്റബിൾസിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂട് കയറി വരണം. അപ്പോൾ ശരിക്കും പതുക്കെ റൈസ് ഒന്ന് വറുത്തെടുക്കുക എന്ന് പറയും. നമ്മൾ ഈ ചേർത്തിരിക്കുന്ന അരി ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും നമ്മുടെ ചോറിന്. അതിപ്പോൾ ബിരിയാണി വെക്കുകയാണെങ്കിലും നെയ്ച്ചോറ് വെക്കുകയാണെങ്കിലും എപ്പോഴാണെങ്കിലും ഇതേപോലെ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അത് ശരിക്കും ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനകത്തേക്ക് 2 കപ്പ് വെള്ളമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കപ്പ് ബസ്മതി റൈസിന് 2 കപ്പ് വെള്ളം വേണം എടുക്കാനായിട്ട്. എടുത്ത അതേ കപ്പിന് തന്നെ 2 കപ്പ് എടുത്താൽ മതി. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് അരിയിലേക്ക് ഇതേപോലെ നേരിട്ട് ചേർത്ത് കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത ആ വെള്ളം ഉണ്ടല്ലോ അതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് ചേർത്താലും മതിയാവും. അങ്ങനെ വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ തന്നെ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഗ്യാസിൻ്റെ ഫ്ലെയിം എന്ന് പറയുന്ന ഒരു മീഡിയത്തിൽ മാത്രം വെച്ചാൽ മതി. ലോ ഫ്ലെയിമിലോ അല്ലാന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലോ വെക്കാനായിട്ട് നിൽക്കരുത് കേട്ടോ. എപ്പോഴും മീഡിയത്തിൽ തന്നെ വെച്ചുകൊണ്ട് നമ്മളൊന്ന് വേവിച്ചെടുത്താൽ മാത്രം മതി. അപ്പോൾ അതവിടെ ഇരുന്ന് നല്ലപോലെ തന്നെ ഒന്ന് വെന്ത് വരട്ടെ.
അങ്ങനെ ഒരു പകുതി വേവായിട്ടുണ്ട്. ശരിക്കും ചോറൊക്കെ ആണെങ്കിലും നന്നായിട്ടൊന്ന് വീർത്ത് വന്നിട്ടുണ്ട്. പക്ഷേ വെള്ളമൊന്നും ഒട്ടും തന്നെ വറ്റി വന്നിട്ടില്ല. അപ്പോൾ പതുക്കെ ഈ സമയത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. അതിനുശേഷം ഒന്നും കൂടി മൂടി വെച്ച് ശരിക്കും വെള്ളമൊക്കെ വറ്റി വെന്ത് വരാനായിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 15 മിനിറ്റിന് ശേഷം നമ്മുടെ റൈസൊക്കെ ആണെങ്കിലും നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിത് കുക്കറിൽ ചെയ്തെടുക്കാം. പക്ഷേ എല്ലാ അരിയുടെയും വേവ് ഒരേപോലെ ആവില്ലല്ലോ. അതുകൊണ്ട് ചിലപ്പോൾ അങ്ങ് വെന്ത് കുഴഞ്ഞു പോയിന്നിരിക്കും. അതുകൊണ്ട് ഇതേപോലെ അങ്ങ് വേവിച്ചെടുത്താൽ മാത്രം മതിയാവും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടാണെങ്കിലും നമ്മുടെ ചോറ് ഒട്ടും തന്നെ കുഴഞ്ഞൊന്നും പോകാതെ എല്ലാ അരിയും വേറെ വേറെ ആയിട്ട് കിടക്കുന്നുണ്ട്. ശരിക്കും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. കറക്റ്റായിട്ടുള്ള പാകത്തിനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇതേപോലെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി ശരിക്കും ഒന്ന് വെന്ത് വന്നു കഴിയുമ്പോൾ ഗ്യാസ് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റുക കേട്ടോ. അതിനുശേഷം ഒരു 2-3 മിനിറ്റും കൂടി ഒന്ന് ചൂട് കയറി വരാനായിട്ട് വെക്കണം. ആ സമയത്ത് നമ്മളിതിനകത്തേക്ക് 1 ടീസ്പൂൺ നെയ്യും അതേപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി വെറുതെ അതിൻ്റെ മേളിലേക്ക് ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റായിട്ട് ഇങ്ങനെ ഒന്ന് ചൂട് കയറി വരാനായിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. അതിനുശേഷം എല്ലാം കൂടി തട്ടിപ്പൊത്തി വെച്ച് ഒരു 2 മിനിറ്റ് അത്രയും മാത്രം മതിയാവും. ഇതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. ഇനിയിപ്പോൾ വേവ് കറക്റ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഗ്യാസ് അങ്ങ് ഓഫ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റൈസിൻ്റെ റെസിപ്പി എന്ന് പറയുന്നത്. ഏറ്റവും സിമ്പിളായിട്ടും എന്നാൽ നല്ല ഹെൽത്തി ആയിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റാവുന്ന ഒരു റൈസിൻ്റെ റെസിപ്പിയാണ്. അപ്പം ഇനി വേറെ ഒന്നുമില്ല, നല്ല ചൂടോടുകൂടി തന്നെ നമുക്ക് സെർവിങ് പ്ലേറ്റിലേക്ക് അങ്ങ് സെർവ് ചെയ്ത് മാറ്റാം. കണ്ടോ, ഇത് മാറ്റുമ്പോൾ തന്നെയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഒരു ചോറും മറ്റൊരു ചോറിനോടൊന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. എല്ലാം വേറെ വേറെ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നല്ല നെയ്യുടെയും അതേപോലെ തന്നെ കാഷ്നട്ടിൻ്റെയും മുന്തിരിയുടെയും ആ ഗ്രാമ്പൂവിൻ്റെയും ഒക്കെ മണം വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒരുപാട് തണുത്തിട്ട് കഴിക്കരുത്. ഒരു ചെറു ചൂടോടുകൂടി തന്നെ ഒരു സലാഡിൻ്റെ കൂടെയോ അച്ചാറോ പപ്പടോ എന്തിൻ്റെയും കൂടെ അങ്ങനെ കഴിച്ച് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്ത് നോക്കി കമൻസൊക്കെ ആണെങ്കിൽ മറക്കാതെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പോൾ പെട്ടെന്നൊരു റൈസൊക്കെ വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും കറികളൊന്നും ഇല്ലാത്തൊരു സമയത്താണെങ്കിലും ഓടിപ്പോയി നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ മടിയുള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു റെസിപ്പി കൂടിയാണ്. അപ്പോൾ നമ്മുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് മറ്റുള്ളവരിലും കൂടി ഷെയറും കൂടി ചെയ്യാനായിട്ട് മറക്കരുത്. അതേപോലെ തന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലുള്ള പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവരും നമ്മുടെ റെസിപ്പിയൊക്കെ കഴിച്ച് നല്ല ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് സേഫ് ആയിട്ട് ഇരിക്കുക. ബൈ.